ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം ഒരു വർഷം മുമ്പാണ് ഫലസ്തീനിൽ നിന്നുമുള്ള വലിയ പ്രയാസപ്പെടുത്തുന്ന വാർത്തകൾ നാം കേട്ടത്. അവിടെയുള്ള ചെറിയ കുട്ടികളിൽ പകുതിയോളം വരുന്ന മക്കൾ അവർ പട്ടിണി അനുഭവിക്കുന്നവരാണ് എന്നും അവർക്ക് ഓരോ നേരവും കഴിക്കാനുള്ള പോഷകാഹാരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ ആരോഗ്യ പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട് എന്നുമുള്ള വാർത്തകൾ നാം കേട്ടവരാണ്. ആ സമയത്ത് നമ്മുടെ എല്ലാം കണ്ടു നിറഞ്ഞു പോയ ചില ചിത്രങ്ങളും നമ്മൾ അവിടെ നിന്ന് കണ്ടു. ഭക്ഷിക്കാനായി ഒന്നുമില്ലാതായപ്പോൾ താൻ വളർത്തുന്ന സ്വന്തം കുതിരയെ പോലും അറുത്ത് തന്റെ മക്കൾക്ക് ഭക്ഷണമായി വെച്ചു വിളമ്പേണ്ടി വരുന്ന ഒരു ഗൃഹനാഥന്റെ വിലാപം നമ്മൾ കേട്ടവരാണ്. അതിനു പുറമെ എത്രയോ മക്കൾ അവരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വലിയ രൂപത്തിൽ അവർക്ക് ഭക്ഷണം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ശാരീരികമായി എല്ലും തോലുമായി മാറുന്ന എത്രയോ കാഴ്ചകൾ. കഴിഞ്ഞ ദിവസമാണ് യമനിൽ നിന്നും ഇതുപോലുള്ള ചില വാർത്തകൾ നമ്മൾ കണ്ടത്. പട്ടിണിയാണ് പ്രശ്നം, കഴിക്കാൻ ഭക്ഷണമില്ലാത്ത അവസ്ഥ. ആഗ്രഹമുണ്ടായിട്ടും എന്തും കഴിക്കണമെന്നും എവിടെ നിന്ന് കഴിക്കണമെന്നും ഒക്കെ അറിയാമായിരുന്നിട്ടും കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ ക്ഷാമം അനുഭവിക്കുന്ന എത്രയോ അധികം ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും ഇപ്പോഴും താമസിക്കുന്നുണ്ട് എന്നത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നാം നോക്കേണ്ട, നമ്മുടെ പരിസരങ്ങളിൽ പോലും ഇന്നും ഭക്ഷണം കഴിക്കാനായി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന, എന്നും ഒരേ ഭക്ഷണം തന്നെ കഴിക്കാൻ രാത്രിയായാൽ അത് ചപ്പാത്തിയാണ് ഇന്ന് മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കേണ്ടി വരുന്ന എത്രയോ ആളുകൾ നമ്മുടെ പരിസരത്ത് പോലും അങ്ങാടികളിലും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ആശുപത്രി വരാന്തകളിൽ പോലും താമസിക്കുന്നുണ്ട്, കഴിഞ്ഞു കൂടുന്നുണ്ട് എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു കഥ വായിക്കാനിടയായി ഒരു കുട്ടി അവന്റെ കുടുംബത്തിൽ അവന് കഴിക്കാനായി ഒന്നും കിട്ടാതായപ്പോൾ എന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കഥ വായിച്ചു. അവൻ എന്നും വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോ അവന്റെ ഉപ്പയോട് എന്നും കരഞ്ഞ് പറയാറുണ്ട്, ഉപ്പച്ചേ ഇന്നെന്താ എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ളത്, എനിക്ക് ഇന്നൊരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, അത് എന്ന് അങ്ങ് വാങ്ങിച്ചു തരാം എന്ന് അവന്റെ ചെറിയ പ്രായത്തിൽ അവൻ ഉപ്പയോടായി എന്നും കരയുമായിരുന്നു. ഓരോ ദിവസവും കരഞ്ഞ് കരഞ്ഞ് പോവുക എന്നല്ലാതെ അവന് വേണ്ട ഭക്ഷണം ലഭിക്കുമായിരുന്നില്ല. ഉപ്പാക്ക് സാമ്പത്തികമായി വലിയ പ്രയാസത്തിലുള്ള ദരിദ്രരായ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഉപ്പാക്ക് അവന്റെ ആഗ്രഹം സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം അവൻ സ്കൂളിട്ട് വരുമ്പോ അവന്റെ ഉപ്പയുടെ മൃതശരീരം അവിടെ ജനാസ പൊതിച്ച് വെള്ളം പൊതിച്ചുകൊണ്ട് വീടിന്റെ ഏറ്റവും മുറ്റത്തായിക്കൊണ്ട് കിടത്തിയ കാഴ്ചയാണ് അവൻ കണ്ടുവരുന്നത്. ഉപ്പച്ചി ഇന്നെന്താ എനിക്ക് കഴിക്കാനുള്ളത് എന്ന് ചോദിക്കണം അവൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ കുഞ്ഞു മനസ്സ് അവനോട് പറഞ്ഞു, ഇന്ന് എന്റെ ഉപ്പ മരണപ്പെട്ടിരിക്കുകയാണ്, എനിക്കിത് ചോദിക്കാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ അവൻ അവന്റെ വീട്ടിനുള്ളിലേക്ക് പോവാണ്. ആ ദിവസം അവന് ഭക്ഷണമൊന്നും ലഭിച്ചില്ല. തൊട്ടടുത്ത ദിവസം മരിച്ച 1ാമത്തെ ദിവസമായപ്പോൾ അന്നും അവൻ ആഗ്രഹിച്ചു ഇന്റെ ഭക്ഷണമൊക്കെ വേണമെന്നുള്ളത്, പക്ഷെ അത് ലഭിച്ചില്ല. 2ാമത്തെ ദിവസമായി അന്നും അവൻ ഉമ്മയോട് കരഞ്ഞു പറഞ്ഞു, ഉമ്മ എനിക്ക് ഇന്ന ഭക്ഷണം വേണം, ഉമ്മാക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 3ാമത്തെ ദിവസമായപ്പോ അന്ന് അവൻ ഉമ്മയും അവനൊന്നും പ്രതീക്ഷിക്കാതെ നാട്ടിലെ കുറെ അധികം ആളുകൾ അവർ ഒന്നിച്ചു ചേർന്ന് ഒരു ഭക്ഷണം വിളമ്പിയിട്ട് അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരികയാണ്. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി എന്ന് അവന് കിട്ടുകയാണ്. ആ ഭക്ഷണം കിട്ടിയതിനു ശേഷം വളരെ ആർത്തിയോടുകൂടി അവൻ കഴിക്കുകയും എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. 3ാമത്തെ ദിവസം കഴിയും, 4ഉം 5ഉം 6ഉം ദിവസങ്ങളായി. പിന്നീട് ആരും അവിടെ തിരിഞ്ഞു നോക്കാൻ ഉണ്ടായിട്ടില്ല. അവന്റെ ഉമ്മയോട് അവൻ എന്നും വാശി പിടിക്കും, ഉമ്മ ഈ ഭക്ഷണം എനിക്ക് വേണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട്. പക്ഷെ ഉമ്മാക്ക് അത് കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞു, ഒരു മാസമായപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു, എനിക്കിനി അവൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കിട്ടാൻ ഒരു സാധ്യതയുമില്ല. കാരണം 3ാമത്തെ ദിവസം എന്റെ നാട്ടിൽ ഒരു ചടങ്ങുണ്ട്, മരിച്ച് 3ാം ദിവസമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണം വെച്ച് വിളമ്പി കൊടുക്കുക എന്ന ഒരു ചടങ്ങ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഭക്ഷണം കിട്ടിയത് എന്ന് അവന് ബോധ്യപ്പെട്ടു. അവൻ ഒരു മാസം കഴിഞ്ഞപ്പോ അവൻ ഉമ്മയുടെ അടുക്കൽ വന്ന് പറഞ്ഞു എന്നാണ്, ഉമ്മച്ചിയെ എനിക്ക് 3ാമത്തെ ദിവസം ഉപ്പ മരിച്ചതിന് ശേഷം നല്ല ഭക്ഷണം കിട്ടി, ഉമ്മച്ചി എന്നാ മരിക്കുക എന്നൊരു ചോദ്യം അവന്റെ ഉമ്മയോട് ചോദിച്ചു എന്നതാണ്. ഇതിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, നിഷ്കളങ്കമായ ചെറിയ മക്കൾക്ക് പോലും ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലെങ്കിൽ അവർക്ക് മറ്റൊന്നും നോക്കാനുണ്ടാവില്ല. ഒരു മനുഷ്യൻ അവൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് പട്ടിണി എന്നത്. പലപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വികാരമാണ് മനുഷ്യന്റെ പട്ടിണി. നമ്മളൊക്കെ എല്ലാം ആസ്വദിച്ച് കഴിയുന്ന ആളുകളാണ്. നമുക്കൊരു നിമിഷം ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥ ആലോചിക്കേണ്ടി വരെ പലപ്പോഴും റമദാനിലാണ്. അത് കഴിഞ്ഞാൽ നമുക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇനി റമദാനിൽ പോലും നമ്മൾ ആരും പട്ടിണി അനുഭവിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ.
നമ്മൾ പട്ടിണി അനുഭവിക്കുന്നില്ല, നമ്മൾ വിശപ്പ് മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. നമുക്ക് എന്ത് കഴിക്കണം എന്നുള്ള മെനു നമുക്ക് തയ്യാറാണ്. അന്ന് നോമ്പ് തുറക്കുമ്പോൾ എന്ത് ഭക്ഷണം വേണം, എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ ഭക്ഷണത്തിന്റെ മെനു അവിടെ റെഡിയാണ്. അതിന് പട്ടിണി എന്ന് പറയില്ല. വിശപ്പ് എന്ന വികാരം മാത്രമേ നമ്മൾ അനുഭവിക്കുന്നുള്ളൂ. എന്നാൽ എന്ത് കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഒന്നും കിട്ടാത്ത എത്രയോ അധികം ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, അല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. അള്ളാഹുവാണ് ആർക്കൊക്കെ എന്തൊക്കെ വിഭവങ്ങൾ, ഭക്ഷണങ്ങൾ അത് ഒരുക്കി വെക്കണമെന്ന് തീരുമാനിക്കുന്നത്. അത് അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. വയഖ്ദിർ, അത് പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ശേഷം അള്ളാഹു പറയാണ്, അങ്ങനെ എത്തിയ ആളുകൾ, ഭക്ഷണം കിട്ടിയ ആളുകൾ, വഫരിഹു ബിൽ ഹയാത്തി ദുനിയ വൽ ഹയാത്തു ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ മതാ. ഈ ഭക്ഷണം ലഭിച്ച ആളുകൾ, വിഭവങ്ങൾ ലഭിച്ച ആളുകൾ, വഫരിഹു, അവർ സന്തോഷിക്കുകയാണ്. എനിക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്, ഞാൻ തൃപ്തനാണ്, എനിക്ക് ആഗ്രഹിക്കുന്നതെല്ലാം എനിക്കിവിടെ റെഡിയാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചില ആളുകൾ അവർ ചിന്തിച്ച് വ്യാമോഹിച്ചു പോവാണ്. അവർ ദുനിയാവിന്റെ ഈ ആഹ്ലാദങ്ങളിൽ, ഈ സന്തോഷങ്ങളിൽ അവർ മതി മറന്നുകൊണ്ട് പരലോകത്തെ മറന്നു പോകുന്ന ആളുകളാണ്. എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, എന്നാൽ പരലോകം എന്നാൽ, നിങ്ങൾ ഈ ദുനിയാവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് ചെറിയ ഈ ദുനിയാവ് എന്നാൽ അതൊരു ചെറിയ വിഭവം മാത്രമാണ്, പരലോകമാണ് എന്ന് നിലനിൽക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാണ്. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും ആ പരീക്ഷണത്തിൽ നമ്മൾ ആ പരീക്ഷണത്തിൽ തെറ്റുപറ്റിപ്പോയ ആളുകളായി നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. നമുക്ക് വലിയ പാഠങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ട് എന്ന കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ഭക്ഷണം. ഏത് നിലയ്ക്ക് നോക്കിയാലും നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള അപാരമായ അനുഗ്രഹമാണ്. സൂറത്തുൽ അബസയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തുആമി. മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കുന്നില്ലയോ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ എന്ന ഒരു വലിയ അനുഗ്രഹം കൊണ്ട് അത് ചൊരിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ആ മഴയ്ക്ക് ശേഷം ഭൂമിയെ അല്ലാഹു ഒരു പിളർത്തൽ അങ്ങോട്ട് പിളർത്തിയിരിക്കുകയാണ്. ആ പിളർത്തിയതിനു ശേഷം അതിൽ നിന്ന് അല്ലാഹു ധാന്യം മുളപ്പിച്ചു. ഏതെല്ലാം ധാന്യങ്ങൾ? മുന്തിരിയും പച്ചക്കറിയും അല്ലാഹു അവിടെ മുളപ്പിച്ചു കഴിഞ്ഞു. ഒലിവും ഈത്തപ്പനയും അല്ലാഹു അവിടെ മുളപ്പിച്ചു കഴിഞ്ഞു. വൃക്ഷങ്ങളെല്ലാം തൂർന്നു നിൽക്കുന്ന രൂപത്തിൽ അല്ലാഹു വലിയ തോട്ടങ്ങളും അവിടെ വികസിപ്പിച്ചു കഴിഞ്ഞു. പഴവർഗ്ഗങ്ങളും മഴയും മേച്ചിൽ പുറവുമെല്ലാം അല്ലാഹു ഒരുക്കി വെക്കപ്പെട്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഈ ആയത്തെല്ലാം അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മതാഅൻ ലക്കും വലിഅൻആമിക്കും. ഈ വിഭവങ്ങളെല്ലാം ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നിങ്ങൾക്ക് ആസ്വദിക്കാനായി എല്ലാ ഭക്ഷണവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിർവഹിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് രൂപത്തിലും ആസ്വദിക്കാവുന്ന രൂപത്തിൽ അല്ലാഹു റാസിഖായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം അല്ലാഹു ഒരുക്കി തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഭക്ഷണം ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, തീന്മേശയിൽ പോലും എല്ലാം ഒരുക്കി വെക്കപ്പെട്ട നമ്മുടെ ഡൈനിങ് ടേബിളുകളിൽ പോലും പലപ്പോഴും കലഹമാണ്. ഇന്ന ഭക്ഷണത്തിൽ ചെറിയ ഉപ്പ് കൂടി, മുളക് കൂടി എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് ഭാര്യയോട് കയർക്കുന്ന, മക്കൾ ഉമ്മമാരോട് കയർക്കുന്ന, ദേഷ്യപ്പെടുന്ന ഒരവസ്ഥ കാണാൻ കഴിയും. ലഭിച്ച ഭക്ഷണത്തിന് പോലും നന്ദി കാണിക്കാതെ അതിൽ പലപ്പോഴും കലഹം ഉണ്ടാക്കുന്ന രൂപത്തിൽ, ആ നന്ദിക്ക് പകരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ നമ്മുടെ എല്ലാം തീന്മേശകൾ മാറുന്നുണ്ട് എങ്കിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ അനുഗ്രഹത്തിന്റെ വലിപ്പം നാം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇതെല്ലാം നൽകിയ അല്ലാഹുവിന് തന്നെ അത് തിരിച്ചെടുക്കാനും സാധിക്കും എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഭക്ഷണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ കുടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി കഴിച്ച ഭക്ഷണം നമ്മുടെ ഉമ്മയുടെ മുലപ്പാലാണ്. നമ്മുടെ ഉമ്മയുടെ ബ്രസ്റ്റ് മിൽക്കാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തുടങ്ങിയിട്ടുണ്ടാവുക. ആ ബ്രസ്റ്റ് മിൽക്കിൽ പോലും എത്ര വലിയ അനുഗ്രഹങ്ങളാണ്. ഒരു വ്യക്തിക്ക് വേണ്ട, ഒരു കുട്ടിക്ക് വേണ്ട, അവന്റെ വളർച്ചയ്ക്ക് വേണ്ട എല്ലാം ഈ ബ്രസ്റ്റ് മിൽക്കിലൂടെ, മുലപ്പാലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തരികയാണ്. ആദ്യത്തെ 3 ദിവസം വരുന്ന കൊളസ്ട്രം എന്ന പേരുള്ള ആ മുലപ്പാല്, ഒന്നാം പാൽ എന്നറിയപ്പെടുന്ന ആ പാലിൽ പോലും ആ കുട്ടിക്ക് ആ സമയത്ത് വേണ്ട എല്ലാ പ്രോട്ടീൻസും, മിനറൽസും, വൈറ്റാമിൻസും ഒക്കെ അതിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. എത്ര വലിയ അനുഗ്രഹമാണ് ചോദ്യങ്ങൾ. ഇതിന്റെ അത്ഭുതം എന്ന് പറയുന്നത്, പ്രീടേമായി ജനിക്കുന്ന കുട്ടികളിൽ പോലും, നേരത്തെ പ്രായം എത്തുന്നതിന് മുമ്പ് ജനിക്കുന്ന കുട്ടികളിൽ പോലും അവർക്ക് ആ പ്രായത്തിൽ ലഭിക്കുന്ന മുലപ്പാലുണ്ടല്ലോ, ആ മുലപ്പാല് പ്രായം എത്തിയ കുട്ടികൾക്കുള്ള മുലപ്പാലിൽ നിന്ന് വ്യത്യസ്തമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നേരത്തെ ജനിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ ചില വൈറ്റമിൻസ് ഉണ്ടാവും, ചില മിനറൽസ് വേണ്ടി വരും. അതെല്ലാം നേരത്തെ തന്നെ ആ മുലപ്പാലിൽ തയ്യാറാക്കി വെക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യം പഠനങ്ങൾ പറയുന്നുണ്ട്. അത്രമേൽ മനുഷ്യന് വേണ്ടതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമുക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട്, വ്യക്തമാക്കിപ്പെട്ട് തന്നിട്ടുണ്ട്. പക്ഷേ ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ടെന്നാണ് ഒരു ചോദ്യമായി വരുന്നത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കഴിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
എല്ലാ വിഷയത്തിലും ഹറാമുകളും ഹലാലുകളും ഉള്ളതുപോലെ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിലും പാടില്ലാത്ത ചില കാര്യങ്ങൾ, ഹറാമാക്കപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം ഒന്നാമത്തെ പ്രവാചകനാണ്, മനുഷ്യനുമാണ്. ആദം നബി അലൈഹിസ്സലാമിക്ക് പ്രശ്നം പറ്റിയിട്ടുള്ളത്, പിഴവ് സംഭവിച്ചു പോയിട്ടുള്ളത് ഈ ഭക്ഷണത്തിന്റെ വിഷയത്തിലാണ്. ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ശൈത്താന്റെ കൽപ്പന അത് കേട്ടുകൊണ്ട് ആദം നബി അലൈഹിസ്സലാമിക്ക് തെറ്റ് സംഭവിക്കുകയാണ്. ആ ഭക്ഷണം തന്നെ കഴിക്കാൻ വേണ്ടി പോവാണ്. മനുഷ്യരെ നമ്മൾക്കും തെറ്റ് സംഭവിക്കാൻ പോകുന്ന ഒരു വിഷയമായിരിക്കും ഭക്ഷണത്തിൽ ഹറാമായവ ഒരിക്കലും ഉൾപ്പെടുത്താൻ പാടില്ല എന്ന കാര്യം നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. പാടില്ല എന്ന് പറഞ്ഞൊരു ഭക്ഷണമുണ്ടോ? അത് ഏത് വിഷയത്തിലാവട്ടെ, അത് ഭക്ഷണമാവട്ടെ പാനീയമാവട്ടെ, അതൊന്നും നമുക്ക് ഹറാമാണെങ്കിൽ അത് ഹറാം തന്നെയാണ്. അത് ലഹരി വസ്തുവാണെങ്കിൽ പോലും ചില ആളുകളൊക്കെ ഈ പുതിയ കാല ലഹരി വസ്തുക്കളൊക്കെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. ആ ലഹരികളിൽ പോലും, ആ ഡ്രഗ്സിൽ പോലും എന്താണ് അതിലുള്ളതെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്കത് ലഹരി ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണോ, നമുക്ക് ഹറാമാണോ, എങ്കിൽ പിന്നെ അതിന് ന്യായീകരണങ്ങളിലേക്ക് പോകാതെ അത് പൂർണ്ണമായും പോകും, അതാണ് ഒഴിവാക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം. നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കാൻ അത്തരം ഹറാമുകൾ നമ്മുടെ ഭക്ഷണത്തിൽ വരാൻ പാടില്ല. നാം സമ്പാദിച്ചുണ്ടാക്കുന്ന ഒരു ഭക്ഷണത്തിൽ, ഒരു വിഭവത്തിൽ അതിൽ ഹറാം കലർന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും, സ്വഹാബിമാരൊക്കെ അവരുടെ വീടുകളിൽ നിന്ന് അവരുടെ ഉപജീവനത്തിനായി അവർ യാത്ര പുറപ്പെടുമ്പോൾ, വീട്ടിൽ നിന്ന് രാവിലെ പുറപ്പെടുമ്പോൾ അവരുടെ സ്വഹാബ വനിതകൾ, അവരുടെ ഭാര്യമാർ അവർ ഓർമ്മിക്കുമായിരുന്നു, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ, യാതൊരു ഹറാമും ഞങ്ങൾക്ക് കൊണ്ടുവന്നു ആ ഹറാമ് ഞങ്ങളെ ഭക്ഷിപ്പിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് കേട്ടോ, എത്ര ദാരിദ്ര്യം അനുഭവിച്ചാലും ഹറാം ഞങ്ങൾക്ക് കൊണ്ടുവരുന്നത് എന്ന് സ്വഹാബ വനിതകൾ പ്രാർത്ഥിക്കുന്ന, അവരോട് ഉപദേശിക്കുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബിമാരുടെ ചരിത്രം വളരെ നമുക്ക് ഏവർക്കും കണ്ണു നനയിപ്പിക്കുന്ന ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. ഹറാമായ ഒരു സംഗതിയാണോ താൻ കഴിച്ചത്, ഹറാമാണെങ്കിൽ ആ ഹറാമിന്റെ വായിൽ വിരലിന്റെ ഛർദ്ദിക്കാൻ പോലും അവർ തയ്യാറാണ്. പാടില്ലാത്തതാണെങ്കിൽ അതെനിക്ക് എല്ലാ കാലത്തും പാടില്ലാത്തത് തന്നെയാണ് എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. അതുപോലെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ ഓരോ നിമിഷവും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്ങനെയൊക്കെയാണ് ഭക്ഷണത്തിൽ നന്ദി കാണിക്കുക? ബിസ്മില്ലാഹ് ചൊല്ലണം നമുക്കറിയാം, അൽഹംദുലില്ലാഹ് ചൊല്ലണം നമുക്കറിയാം. പക്ഷെ ആത്മാർത്ഥമായി ഒരു ഉരുള ഭക്ഷണം വായിൽ വെക്കുമ്പോൾ പോലും, അതൊരു ചെറിയ ഈത്തപ്പഴത്തിന്റെ ഒരു തുട്ടാണെങ്കിൽ പോലും, ഒരു കാരക്കയുടെ ചീളാണെങ്കിൽ പോലും, അത് അർത്ഥമറിഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹ് എന്ന് ആത്മാർത്ഥമായി ചൊല്ലാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന എന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എന്നത് അത് എല്ലാ നിലയ്ക്കും ആത്മാർത്ഥമായി പാലിക്കാനുള്ളതാണ്. ചില ആളുകൾക്കൊക്കെ അതിൽ പരിഹാസമാണ്. സുന്നത്തുകളുടെ കാര്യം വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ സുന്നത്ത് ഇന്നത്തെ കാലത്തൊക്കെ പാലിക്കാന്ന് വെച്ചാൽ ഭയങ്കര പ്രാകൃതരായി മാറില്ലേ എന്ന ചിന്തയാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് ഈ ദീനിന്റെ നിയമങ്ങളാണ്. ഈ ദീനിന്റെ നിയമങ്ങൾ എന്ന് വെച്ചാൽ അത് എല്ലാ കാലത്തേക്കും എല്ലാ മനുഷ്യർക്കും പ്രാവർത്തികമാക്കാനുള്ളതാണ്. അത് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രൂപത്തിൽ കൊണ്ടുപോകാൻ നിർബന്ധമാണെന്ന കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില സുന്നത്തുകൾ എണ്ണി പറയാം. കൈ കഴുകുക എന്നത് ഭക്ഷണത്തിന് മുമ്പ് സുന്നത്താക്കി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഭക്ഷണം തന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന സുന്നത്ത് പലപ്പോഴും മറന്നു പോകുന്ന ഒന്നാണ്. ഭക്ഷണം ആരാണോ നമുക്ക് തന്നത് അവർക്ക് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ വഅത്ഇനാ ഖൈറൻ മിൻഹു എന്ന അവർക്ക് ബർക്കത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുപോലെ ബിസ്മില്ലാ എന്ന് ചൊല്ലി വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നല്ല, മറിച്ച് ബിസ്മില്ലാ എന്നതാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്നത്. എങ്ങാനും ബിസ്മി മറന്നു കഴിഞ്ഞാലോ അപ്പോഴും പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബിസ്മില്ലാഹി ഫി അവ്വലിഹി വആഖിരിഹി, തുടക്കത്തിലും അവസാനത്തിലും അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന ബിസ്മി ചൊല്ലിക്കൊണ്ട്, ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടായിരിക്കണം പിന്നീട് നമ്മൾ തുടരേണ്ടത്. അതുപോലെ വലത് കൈകൊണ്ട് കഴിക്കണം എന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു തർക്കവും ഉണ്ടാവാൻ സാധ്യതയില്ല. ചില ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈകൊണ്ട് കഴിക്കും, പക്ഷെ വെള്ളം കുടിക്കുമ്പോഴും വലത് കൈകൊണ്ട് തന്നെ നിങ്ങൾ കുടിക്കണമെന്ന് അള്ളാഹു റസൂലിന്റെ കൽപ്പനയാണ്. ചില ആളുകൾക്ക് ഒരു സദസ്സിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ എങ്ങനെയൊക്കെ വലത് കൈ കൊണ്ട്, ഈ എച്ചിലുള്ള കൈ കൊണ്ട് എങ്ങനെ വെള്ളം കുടിക്കുക എന്ന് ആലോചിച്ചുകൊണ്ട് ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന ആളുകളെ ഇപ്പോഴും കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയുണ്ടെങ്കിൽ അത് എല്ലാ കാലത്തേക്കും, അത് എത്ര പുരോഗമിച്ച കാലമാണെങ്കിലും അത് എല്ലാവർക്കും ബാധകമാണ്. വെള്ളം കുടിക്കേണ്ടതും വലത് കൈ കൊണ്ട് തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എച്ചിലുണ്ടാവില്ലേ, ആ എച്ചിൽ കൊണ്ട് തന്നെയല്ലേ പിന്നെയും നമ്മൾ നമ്മുടെ പാത്രത്തിലേക്ക് ഭക്ഷണം കഴിക്കാൻ, പിന്നെയും ഭക്ഷണം കുഴയ്ക്കാൻ എടുക്കുന്നത്. അതേ കൈകൊണ്ട് തന്നെ നമുക്ക് വെള്ളം എടുക്കുമ്പോൾ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാലും ഈ ഭക്ഷണം കഴിച്ച പാത്രം കഴുകുന്നത് പോലെ വെള്ളം കുടിച്ച് ഗ്ലാസ്സും കഴുകണമെന്നല്ലേ ഉള്ളൂ. അത് എന്തത്ര മോശമായിട്ട് കാണാനുള്ളത്? വിരലൊന്നും ഡീമ്പിട്ട് പിന്നെ വെള്ളത്തിന്റെ ഗ്ലാസ് വലത് കൊണ്ട് കുടിക്കാൻ ഒരു പ്രയാസം നമുക്ക് ഉണ്ടാവേണ്ടതില്ല. കാരണം എന്താണ്? നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത, ഇത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയാണ്.
ഞാൻ പാലിക്കുന്നത് റസൂലിന്റെ കൽപ്പനയാണ്. പിന്നെ എന്താണ് എനിക്ക് ആ വലത് കൈകൊണ്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ വിചാരിച്ചാൽ പോലും അത് ഒന്ന് മാറ്റി ആ വലത് കൈകൊണ്ട് തന്നെ ശീലിക്കുന്നത് എന്ത് പ്രയാസം എനിക്ക് ഉണ്ടാവുക? അതുകൊണ്ട് സുന്നത്തുകളുടെ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ ഒരു അലംഭാവമോ ലാഘവമോ കാണിക്കാൻ പാടില്ല എന്ന കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത് സുന്നത്താണ്. ജമാഅത്തിലാണ് ഖൈറുള്ളത്. നിങ്ങൾ കൂടിച്ചേർന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലാണ് നിങ്ങൾക്ക് നന്മയുള്ളത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് പലപ്പോഴും ഇല്ലാത്തൊരു ശീലമാണ്. ഓരോരുത്തരും അവരവരുടെ രൂപത്തിൽ ചെറിയ കുട്ടികളൊക്കെ വളർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അവർക്ക് രാത്രി ഭക്ഷണം കഴിക്കണമെങ്കിൽ ടിവിയോ മൊബൈലോ നിർബന്ധമാണ്. അപ്പൊ മാറിപ്പോയി ഓരോരുത്തരും അവരുടെ സ്പേസിൽ പോയി ഇരുന്ന് മാറി മാറി ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. ഒരു കുടുംബ ശിഖരമാകാനുള്ള, അവർ തെറ്റിപ്പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഇടവും ഇത് തന്നെയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഒന്നിച്ചിരിക്കുന്നില്ല എങ്കിൽ എപ്പോഴാണ് ഒരു കുടുംബം പല കാര്യങ്ങളും ഷെയർ ചെയ്യുക? അന്നത്തെ ദിവസത്തെ വിശേഷവും നാളത്തെ നടക്കാൻ പോകുന്ന കാര്യങ്ങളും പ്ലാനുകളും ഒക്കെ സംസാരിക്കുന്നത് എപ്പോഴാണ്? അപ്പൊ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, പ്രത്യേകിച്ചും ഒരു കുടുംബമാകുമ്പോൾ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ പാത്രത്തിന്റെ ഏറ്റവും അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കാൻ നമുക്ക് കഴിയണം. എല്ലാം കൂടി കുഴച്ച് ഒരു പരിവമാക്കി ലാസ്റ്റ് കഴിക്കുക എന്നുള്ള രൂപമല്ല വേണ്ടത്. പാത്രത്തിന്റെ ഏറ്റവും നമ്മളോട് ചേർന്നുള്ള ഭാഗത്ത് ചേർന്നുകൊണ്ട് കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ 3 വിരലുകൾ കൊണ്ട് കഴിക്കുക എന്നുള്ളത് അല്ലാഹു റസൂൽ സുന്നത്താണ്. 3 വിരലോട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ആ രൂപത്തിൽ തന്നെ കഴിക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവണം. മറ്റൊന്ന്, ചൂട് മാറിയതിനു ശേഷം കഴിക്കുക. നല്ല ചൂടുള്ള ഭക്ഷണമാണെങ്കിൽ ആ ചൂടുള്ള ഭക്ഷണം ചിലപ്പോൾ പാനീയമാണെങ്കിൽ, ഒരു ചായ ഒക്കെ ആണെങ്കിൽ അതെടുത്ത് ഇങ്ങനെ ഊതി കുടിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഊതുക എന്നത്, ഭക്ഷണത്തിലേക്ക് ഊതുക എന്നത് വിരോധിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആ ചൂട് ഒന്നുകൂടെ ആറിയതിനു ശേഷം പിന്നീട് കുടിക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവണം. അതുപോലെ ഭക്ഷണത്തെ ഒരിക്കലും ആക്ഷേപിക്കാൻ പാടില്ല, അതിനെ മോശമാക്കി പറയാൻ പാടില്ല. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യമാണ് ഭക്ഷണത്തെ കുറ്റം പറയാൻ പാടില്ല എന്നത്. പല ആളുകളും ഭാര്യമാരെ കുറ്റം പറയാനുള്ള ഒരു കാരണമായി കണ്ടെത്തുക അന്നത്തെ ഭക്ഷണമായിരിക്കും. കുറച്ചൊരു ഉപ്പ് കൂടിയാൽ, മുളക് കൂടിയാൽ, എരിവ് കൂടിയാൽ അതിനുവേണ്ടി അന്നത്തെ ദിവസം മൊത്തം കുറ്റം പറയുന്ന, വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. ഒരിക്കലും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് വേണ്ട എങ്കിൽ ആ ഭക്ഷണം ഉപേക്ഷിക്കാം, മാറ്റി നിർത്താം. എന്നാലും ആ കുറ്റം അങ്ങനെ പറഞ്ഞുകൊണ്ട് അതൊരു പ്രയാസമാക്കുന്ന രൂപം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ കൈകൾ തട്ടി അറിയാതെ ചിലപ്പോൾ താഴെ വീഴുന്ന ഭക്ഷണം ഉണ്ടാവും. ചെറിയ ചോറിന്റെ വറ്റുകളൊക്കെ പ്ലേറ്റിന് പുറത്തേക്ക് വീഴുന്ന വറ്റുകൾ ഉണ്ടാവും. ആ വറ്റുകളും പെറുക്കിയെടുത്ത് അതിലെ ചെളി മാറ്റിക്കൊണ്ട് അത് കഴിക്കണമെന്ന്, ആ കഴിക്കുന്നത് സുന്നത്താണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിരലുകളിൽ ഭക്ഷണം പറ്റി പിടിച്ചിട്ടുണ്ടാവും. ആ പറ്റി പിടിച്ച ഭക്ഷണം നമ്മൾ വായ കൊണ്ട് നീമ്പിയെടുത്ത് അത് വിരലിൽ പോലും ഒന്നും ബാക്കിയാവാത്ത രൂപത്തിലായിരിക്കണം നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പാത്രം വടിച്ച് കഴിക്കണം. നമ്മൾ കഴിച്ച ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം പൂർണ്ണമായും അതിൽ യാതൊരു വറ്റും ബാക്കിയില്ലാത്ത രൂപത്തിൽ എല്ലാം കഴിക്കുന്ന ഒരു രൂപം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാ എന്ന് നമുക്ക് പറയാം. ആ ഒരു പ്രാർത്ഥനയുടെ പൂർണ്ണ രൂപം അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹബ്ലിൻ മിന്നി വലാ ഖുവ. അല്ലാഹുവേ, ഈ ഭക്ഷണം എനിക്ക് ഈ രൂപത്തിൽ എന്റെ ഒരു ശക്തി കൊണ്ടോ എന്റെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല ഈ ഭക്ഷണം എനിക്ക് കിട്ടിയത്. ഏതോ ഒരു കൃഷിയിടങ്ങളിൽ അവിടെ ആരോ വിളവ് നടത്തി ഉണ്ടാക്കിയെടുത്ത ഒരു ഭക്ഷണത്തിന്റെ അരി, ആ അരി ആരോ ട്രാൻസ്പോർട്ട് ചെയ്ത് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു റേഷൻ ഷോപ്പിൽ എത്തി, അവിടെ നിന്ന് ഞാൻ പോയി വാങ്ങുകയും എന്റെ വീടിന്റെ അടുക്കളയിലെത്തി അത് സ്റ്റോർ ചെയ്യുകയും പിന്നീട് എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഭക്ഷണമാക്കി എടുത്ത് അത് പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന ഈ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, ഇതൊന്നും എന്റെ കഴിവുകൊണ്ടല്ല റബ്ബേ. ഇതെനിക്ക് ഇങ്ങനെ രൂപത്തിൽ, ഈ ഏറ്റവും നന്നായ രൂപത്തിൽ ഇതെനിക്ക് പാകപ്പെടുത്തുന്ന റബ്ബേ, നിനക്കാണ് സർവ്വസ്തുതിയും എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ ഒരുപാട് സുന്നത്തുകൾ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം മൂടി വെക്കുക. രാത്രിയാണെങ്കിൽ പാത്രം ഒന്ന് മൂടി അടച്ചു വെക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ സ്വർണത്തിന്റെ പാത്രത്തിലോ വെള്ളിയുടെ പാത്രത്തിലോ കഴിക്കാൻ പാടില്ല എന്ന് കൽപ്പനയുണ്ട്. ഇനി വെള്ളം കുടിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഇരുന്ന് കുടിക്കുക. പതുക്കെ പതുക്കെ ഒരു വായ മൊത്തം എടുത്ത് അത് 3 ആയിക്കൊണ്ട് കുടിക്കുക എന്ന ഒരുപാട് സുന്നത്തുകൾ നമുക്ക് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ സുന്നത്തുകളെല്ലാം പാലിക്കുക എന്നതാണ് ഭക്ഷണത്തിനോടുള്ള നന്ദിയായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ഭക്ഷണം. ആലോചിക്കൂ, ഹോർമൂസ് കടലിടുക്കിൽ ഒരു കുറച്ച് സമയത്തിന് ആ കപ്പലുകൾ തുറന്നു വിടുന്നില്ല എന്ന പ്രയാസം വന്നപ്പോ നമ്മുടെയൊക്കെ നാടുകളിൽ പോലും ഗ്യാസ് സിലിണ്ടർ കിട്ടാതെ പ്രയാസപ്പെടുന്ന എത്രയോ അധികം ആളുകളുണ്ട് അല്ലെ? ഇപ്പോഴും ഹോട്ടലുകൾ പലതും അടഞ്ഞു കിടക്കുകയാണ്. ചില ഹോട്ടലൊക്കെ ഭക്ഷണത്തിന് വില കൂടിക്കൂടി വരികയാണ്. ഭക്ഷണം എന്നത് അത്രമേൽ വലിയ അനുഗ്രഹമാണ്. ചെറിയൊരു കടലിൽ കടഞ്ഞപ്പോൾ പോലും നമ്മളൊക്കെ പ്രയാസം അനുഭവിക്കുന്ന, നമ്മുടെ പോക്കറ്റിലെ കാശിന്റെ മൂല്യം കൂടി വരുന്ന ഒരു പ്രയാസം നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ അനുഗ്രഹം എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാമെന്ന ബോധ്യം നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ നമുക്ക് പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ച് നോക്കണം. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു ധൂർത്ത് പാടില്ല, ഒരു അമിതത്വം പാടില്ല. ലാ തുസ്രിഫു എന്ന് പറഞ്ഞത് നമ്മളോടുള്ള കൽപ്പനയാണ്. ഒന്നിലും നിങ്ങൾ അമിതത്വം കാണിക്കാൻ പാടില്ല. ഒരു ആർത്തി കൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഭക്ഷണം വീണ്ടും എടുക്കാനുള്ള ഒരു ടെൻഡൻസി, അതിലൊരു അമിതത്വം കാണിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരുന്നുണ്ടെങ്കിൽ, ഭക്ഷണത്തിനൊരു അമിതമായ ഒരു ത്വര നമുക്ക് വരുന്നുണ്ടെങ്കിൽ, നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാത്രത്തിന്റെ ഒരു ഭക്ഷണത്തിന്റെ കണ്ടെയ്നർ വരുന്നതും കാത്തുകൊണ്ട് ഒട്ടിയ വയറും പിന്നെ കാലിയായ പാത്രങ്ങളുമായിട്ട് ആ കണ്ടെയ്നറിന്റെ അടുക്കിലേക്ക് പോകുന്ന നിരാശരായ കുട്ടികളുടെ ചിത്രം നമ്മൾ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. പല വിവാഹങ്ങളും കല്യാണങ്ങളും ഇന്ന് ആർഭാടമാണ്. ഭക്ഷണത്തിന്റെ വിഷയത്തിൽ യാതൊരു ശ്രദ്ധയും ഇല്ലാതെ എല്ലാ മെനുവും വേണം, എല്ലാ ആളുകളെയും തൃപ്തിപ്പെടുത്തണം എന്ന ഒരേ ലക്ഷ്യത്തോടു കൂടി എല്ലാം അവിടെ പറയാം. അത് പറഞ്ഞതിന് ശേഷം അതിന്റെ അളവൊന്നും നോക്കില്ല. എല്ലാവർക്കും സുഭിക്ഷമായ ഭക്ഷണം വേണം. അത് എത്ര ബാക്കിയാവുന്നുണ്ട് എന്നോ ആ ബാക്കി ഭക്ഷണം എന്ത് ചെയ്യുന്നു എന്നോ ഒരു ചിന്തയും ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം നാം ഒരിക്കലും ആ കൂട്ടത്തിൽ പെടാൻ പാടില്ല. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാ വിഷയത്തിലും ഉണ്ടാവേണ്ട മിതത്വത്തെ പോലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും വലിയ സൂക്ഷ്മത അനിവാര്യമാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷിപ്പിക്കുക എന്നതാണ്. നമുക്ക് ഭക്ഷണം എന്ന വിഭവം എല്ലാ നിലയ്ക്കും ഉണ്ട് എങ്കിൽ, സുഭിക്ഷമായി നമുക്ക് ഉണ്ട് എങ്കിൽ, നമുക്കുള്ള ഭക്ഷണം മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാനും ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. എന്നത് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞെന്ന കൽപ്പനയാണ്. നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക. അതോടൊപ്പം ചേർന്ന് പറഞ്ഞതാണ് നിങ്ങൾക്ക് ഭക്ഷിപ്പിക്കാൻ സാധിക്കുന്ന ആളുകളെ ഭക്ഷണം കൊടുത്ത് ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾ എന്നിൽപ്പെട്ടവനല്ല എന്ന് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയാണ്. കറിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നീട്ടിയിട്ടെങ്കിലും അയൽവാസികളെല്ലാം ഭക്ഷിപ്പിക്കാമെന്ന് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. ആലോചിക്കുക, എത്ര വലിയ മാനവികതയുടെ പാഠമാണെന്നൊക്കെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഭക്ഷണത്തിന്റെ വിഷയത്തിലാണെങ്കിൽ അവരെ കൂട്ടാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്, ഖിയാറുക്കും മൻ അത്വഇമു തുആം, നിങ്ങൾ ഏറ്റവും നല്ല ആളുകൾ, ഉത്തമരായ ആളുകൾ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുന്ന ആളുകളാണ്. നമ്മുടെ വീട്ടിൽ അതിഥികളെ കൊണ്ടുവന്ന് നമുക്കൊരിത്തിരി പ്രയാസമുണ്ടെങ്കിൽ പോലും അതിഥിക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക എന്ന ഒരു ശ്രദ്ധ നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ആളുകൾക്ക് അവരുടെ പദവികൾ ഉയർത്തുമെന്നും പരലോകത്ത് വലിയ വലിയ പ്രതിഫലം ഉണ്ടാകുമെന്നും അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പുതിയ ജനറേഷന്റെ ഒരു ട്രെൻഡ് എന്നുള്ളത് ഭക്ഷണം കഴിക്കേണ്ട കാര്യത്തിലുള്ള ശ്രദ്ധയ്ക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഒരുപക്ഷെ ഒരു ഷോർട്ട് ഫിലിം കാണുമ്പോൾ, ഒരു റീല് കാണുമ്പോൾ, ഒരു വീഡിയോ കാണുമ്പോൾ അതിൽ കണ്ണു നനഞ്ഞു പോകുന്ന ആളുകൾ സ്വന്തം ഭക്ഷണ പ്ലേറ്റിൽ ഒരുപാട് ഭക്ഷണം ബാക്കിയാവുമ്പോൾ ആ സങ്കടം അവർക്ക് വരുന്നില്ല. ഈ ഒരു കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും നമ്മൾ കഴിക്കുന്ന വിഭവങ്ങളുടെ കാര്യത്തിലും ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങളുടെ കാര്യത്തിലുമൊക്കെ നാളെ അള്ളാഹുവിനോട് നമുക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന ചിന്തയോടുകൂടി നമുക്കറിയുന്ന നമ്മുടെ പരിചയത്തിലുള്ള ആളുകളൊക്കെ ആരെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തരം സംരംഭങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ നമ്മൾ മുമ്പിൽ ഉണ്ടാവണം. ബാക്കിയാവുന്ന ഭക്ഷണം ആർക്കെങ്കിലും കൊടുക്കാനൊരു സംരംഭം ഉണ്ടെങ്കിൽ നമ്മളായിരിക്കും അതിന്റെ മുമ്പിൽ ഉണ്ടാവേണ്ടത്. അത്തരം വിശപ്പിന്റെ വിളികളെ അറിയുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നാം ഏവരും എത്ര സമ്പന്നരാണെങ്കിലും എത്ര വലിയ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവരാണെങ്കിലും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത് ഒരേ അളവിലുള്ള ആമാശയമാണ്. നമ്മുടെ എല്ലാം സ്റ്റൊമക്കിന്റെ വലിപ്പം എന്നുള്ളത് അത് പാവപ്പെട്ടവനാണെങ്കിലും പണക്കാരനാണെങ്കിലും എത്ര വലിയ അനുഗ്രഹമുള്ളവനാണെങ്കിലും ഒക്കെ ഒരേ അളവ് വയറ് തന്നെയാണ് എല്ലാവർക്കും അള്ളാഹു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം എന്ന വിഷയത്തിൽ നമുക്ക് എല്ലാം ഉണ്ട് എങ്കിൽ, ഒന്നുമില്ലാത്ത ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്കത് പകുത്തു കൊടുക്കാനുള്ള ഒരു ശ്രദ്ധ എപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, റമദാൻ എന്ന ഒരു മാസം കഴിഞ്ഞ് ഒരു പെരുന്നാൾ കഴിഞ്ഞ് മറ്റൊരു പെരുന്നാൾ കൂടി കഴിഞ്ഞാണ് നാം ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒന്നിച്ചു കൂടിയിട്ടുള്ളത്. റമദാൻ നമ്മളെല്ലാവരും വിശപ്പ് അനുഭവിച്ച ആളുകളാണ്. ആ വിശപ്പ് എന്നത് നമ്മുടെ തൊട്ടു മുമ്പിൽ ഭക്ഷണം ഉണ്ടായിട്ട് പോലും കഴിക്കാൻ പാടില്ലെന്ന കൽപ്പനയുള്ള ഒരു വിശപ്പായിരുന്നു. 6:50 വാങ്ങിയെങ്കിൽ 6:49 പോലും നമ്മൾ ആ വെള്ളം കുടിക്കുമായിരുന്നില്ല. എന്തുകൊണ്ടാണത്? അത് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്നതാണ്. ബാങ്ക് കൊടുത്താലാണ് നിങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള സമയം എന്ന കൽപ്പന നമ്മൾ കൃത്യമായി പാലിക്കുന്നുണ്ടായിരുന്നു. എത്ര തന്നെ നമുക്ക് വിശപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും നമ്മൾ ആ 1 മിനിറ്റ് മുമ്പ് പോലും ഭക്ഷണം കഴിക്കുമായിരുന്നില്ല. റമദാൻ നമ്മെ പഠിപ്പിച്ചത് ഈ ദേഹേച്ഛകളെ നിയന്ത്രിക്കാനുള്ള വലിയ പാഠങ്ങളായിരുന്നു. വിശപ്പ് ഒരു വികാരം തന്നെയാണ്. ആ വിശപ്പിനെ നമ്മൾ പൂർണ്ണമായും നിയന്ത്രിച്ച മാസമായിരുന്നു ഒരു മാസക്കാലം റമദാനിൽ നമ്മൾ കഴിഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ ദേഹേച്ഛകളായി എന്തെല്ലാം ഉണ്ടോ അതിനെ നിയന്ത്രിക്കുക എന്ന പാഠം കൂടി വിശപ്പ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ലൈംഗികമായി തോന്നുന്ന തോന്നലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹറാമായ ഒരു കാര്യം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നലിനെ പിടിച്ചു നിർത്താൻ, നമ്മുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ നമ്മൾ ഈ വിശപ്പ് പഠിപ്പിക്കുന്നുണ്ട്. ആ വിശപ്പ് പഠിപ്പിച്ച, റമദാൻ പഠിപ്പിച്ച പാഠത്തെ ജീവിതത്തിൽ മുഴുവൻ നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ അങ്ങനെയായിരുന്നു. അവർ വലിയ പ്രയാസം അനുഭവിച്ച് ജീവിച്ച ആളുകളായിരുന്നു. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്തിന് ശേഷം ഒരിക്കൽ പോലും റസൂൽ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു എന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുമായിരുന്നില്ല.
ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഉടമയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിന്റെ സ്വഹാബിമാരൊക്കെ എല്ലാ നിലയ്ക്കും അനുഗ്രഹങ്ങൾ കിട്ടാൻ അവർക്ക് എല്ലാ ഓപ്ഷൻസും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല എന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ മദീനയുടെ പള്ളിയിൽ മസ്ജിദ് നബവിയിൽ പലപ്പോഴും പല രൂപത്തിൽ കഴിഞ്ഞുകൂടാറുണ്ടായിരുന്നു. ചിലപ്പോൾ കിടക്കും, ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ ഓടും, പല രൂപത്തിൽ പ്രകൃതം കാണിക്കാൻ തുടങ്ങി. ഈ സമയത്തിന്റെ ആളുകൾ പറയാറുണ്ടായിരുന്നു, അബൂ ഹുറൈറയ്ക്ക് എന്തോ ഒരു അസുഖമാണ് എന്ന് പറഞ്ഞു നടന്നപ്പോ അദ്ദേഹം തിരിച്ച് പറയുന്നുണ്ട്, അബൂ ഹുറൈറയ്ക്ക് യാതൊരു അസുഖവുമില്ല, വിശപ്പാണ് പ്രശ്നം, വിശപ്പായിരുന്നു പ്രശ്നം എന്ന് പലപ്പോഴും പറയുമായിരുന്നു. ഒരു നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നമസ്കാരം കഴിഞ്ഞ് ഏറ്റവും ആദ്യം പള്ളിയിൽ നിന്ന് പുറത്തു പോയി അവിടെ ഏറ്റവും ബാക്കിൽ കാത്തു നിൽക്കുക അബൂ ഹുറൈറയായിരുന്നു പലപ്പോഴും. കാരണം വേറൊന്നും ആയിരുന്നില്ല, നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകളിൽ ആരെങ്കിലും ഒക്കെ എന്നെ കണ്ട് ഈ എന്റെ പട്ടിണി മാറ്റാൻ, എന്റെ വിശപ്പ് മാറ്റാനായി അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയുടെ ഏറ്റവും ബാക്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിൽക്കുമെന്നാണ് പറയപ്പെടുന്നത്. അത്രമേൽ പ്രയാസം അനുഭവിക്കുന്ന സ്വഹാബിമാരാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ അബൂ ദറുൽ ഗിഫാരി റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം കാണാൻ സാധിക്കും. നുബുവത്ത് കഴിഞ്ഞ സമയത്ത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യ പ്രബോധനം തുടങ്ങിയ സമയത്ത് ആരും കാണാൻ പാടില്ലാത്ത സമയം ഉണ്ടായിരുന്നു. പ്രബോധനം തുടങ്ങി ശത്രുക്കളുടെ വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ തുടക്കകാലമാണ്. അതുകൊണ്ട് തന്നെ ആരെയും കാണാതെ ഒരുമിച്ച് കൂടി കാബയുടെ ചില കില്ലകളിൽ മാത്രം ഒതുങ്ങിക്കൂടി എല്ലാവരുടെയും മറവിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സമയം അവർക്കെല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭക്ഷണം കഴിക്കാനോ ഒരു ഭക്ഷണം തേടി പോകാനോ വലിയ പ്രയാസം അവർക്കുണ്ടായിരുന്നു. സുഹാബി പറയാണ്, 40 ദിവസം ഞാൻ ഭക്ഷണം ഒന്നും കഴിക്കാതെ സംസം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു കാലം എനിക്കുണ്ടായിരുന്നു എന്ന് അവർ പറയുകയാണ്. ഇവിടെ നമുക്കൊന്നും അങ്ങനത്തെ ഒരു പ്രയാസവുമില്ല. അത്തരത്തിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഭക്ഷണത്തിന്റെയോ വെള്ളത്തിന്റെയോ കാര്യത്തിൽ നമുക്കില്ല. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ഏവർക്കും ലഭിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് ആത്മാർത്ഥമായി നന്ദി കാണിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട്. ചരിത്രത്തിൽ ഒരു ഖുതുബ കാണാൻ കഴിയും. ഏറ്റവും ഹ്രസ്വമായി എന്ന് പറയപ്പെടുന്ന ഒരു ഖുതുബ പലപ്പോഴും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. യാ അയ്യുഹന്നാസ് അന ജായിഉൻ ലാ അസ്തതിഉൽ കലാം വഅൻതും ജിയാ ലാ തസ്തതിഉന അസ്സമാ വഅഖിമിസ് സ്വലാ. ഇതായിരുന്നു ഒരു ഖുതുബയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഈ ഖുതുബ നടന്നത് വലിയ പട്ടിണി അനുഭവിക്കുന്ന ഒരു ചരിത്രത്തിലെ കാലത്തുണ്ടായിരുന്നു. ആ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരും പട്ടിണി അനുഭവിക്കുന്ന ഒരു കാലത്ത് നടത്തിയ ജുമുഅ ഖുതുബയാണ് ഇത്തരത്തിൽ ഏറ്റവും ഹ്രസ്വമായി ഏറ്റവും ചെറുതായിട്ട് എന്ന് പറയപ്പെടുന്ന ഖുതുബ. അതിന്റെ അർത്ഥം ഇതാണ്: വിശപ്പിനാൽ എനിക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്കും വിശപ്പുണ്ട് എന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും കേൾക്കാനും സാധിക്കുകയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമുക്ക് നമസ്കരിക്കാം എന്ന് പറഞ്ഞു പോകുന്ന ചരിത്രങ്ങൾ ഇസ്ലാമിക സമുദായത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ അള്ളാഹുവിന് നന്ദി കാണിക്കുവാനും എന്തെല്ലാം ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് വലിയ പരീക്ഷണമാണ് എന്ന ബോധ്യത്തോടു കൂടി റബ്ബിന് ശുക്ർ ചെയ്യാനുമുള്ള ഒരു ചിന്തയും ബോധ്യവും നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. ഹറാമുകൾ യാതൊന്നും കലരാത്ത ആത്മാർത്ഥമായി സൂക്ഷ്മത പാലിക്കുന്ന വിഷയം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ പൂർണ്ണമായും ശ്രദ്ധിക്കാനുണ്ട്. ധൂർത്തും അമിതത്വവും ഒന്നും നമുക്ക് ഉണ്ടാവാത്ത രൂപത്തിൽ, ഇസ്രാഫിന്റെ യാതൊരു സീമകളും ലംഘിക്കാത്ത രൂപത്തിൽ നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായി ചെറുതുകൊണ്ട് ഒതുങ്ങിക്കൂടാൻ നമുക്ക് ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ സഹജീവികളോട്, നമ്മുടെ കൂടെയുള്ള മനുഷ്യർക്ക് ആ ഭക്ഷണം പകുത്തു കൊടുക്കുന്ന കാര്യത്തിലും വലിയ ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭക്ഷണത്തിന്റെ വിഷയത്തിൽ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ അധികം പ്രയാസപ്പെടുന്ന മക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്കെല്ലാം അല്ലാഹു വലിയ രൂപത്തിലുള്ള ഉദവിയും തുറവിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസവും ഒഴിവാക്കി അവർക്ക് നിർഭയത്വവും സമാധാനവും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും രോഗങ്ങൾ കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ടും ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഒക്കെ പ്രയാസപ്പെടുന്ന എത്രയോ അധികം ആളുകൾ, അവർക്കെല്ലാം അല്ലാഹു ഉദവിയും തുറവിയും വലിയ രൂപത്തിൽ നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ കൺകുളിർമ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر اخواننا المجاهدين في فلسطين. اللهم انصر اخواننا المجاهدين في فلسطين. اللهم انصر اخواننا المجاهدين في كل مكان. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.